നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് സീക്വൻസിൻ്റെ കൺവെർജൻസ് പ്രൂവ് ചെയ്യാനുള്ള ചില പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എപ്പോഴാണ് ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആവുക എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. ആ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ചില സീക്വൻസുകളുടെ ലിമിറ്റ് ഇതാണ് എന്ന് പ്രൂവ് ചെയ്യലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കൊന്ന് ഓർമ്മിക്കാം, എന്താണ് ഒരു സീക്വൻസിൻ്റെ കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ. അതായത് എ സീക്വൻസ് എക്സ് എൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് സെഡ് ടു കൺവേർജ് ടു എക്സ് എലമെൻറ്റ് ഓഫ് ആർ if for every epsilon greater than 0 there exists a natural number k of epsilon such that absolute value of xn minus x is less than epsilon for all n greater than or equal to k epsilon. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കാര്യമായിട്ട് ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. സോ സപ്പോസ് ദിസ് ഇസ് എക്സ് ആൻഡ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് നമ്മൾ ആർബിട്രറി ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ ഈ എക്സ് എന്ന് പറയുന്ന നമ്പറിൻ്റെ എപ്സിലൺ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാം. എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ എക്സിൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസ് ടു ലെഫ്റ്റ് ആൻഡ് എപ്സിലൺ ഡിസ്റ്റൻസ് ടു റൈറ്റ്. സോ ദിസ് ഇസ് എക്സ് മൈനസ് എപ്സിലൺ ആൻഡ് ദിസ് ഇസ് എക്സ് പ്ലസ് എപ്സിലൺ. Absolute value of xn minus x less than epsilon means the distance between xn and x is less than epsilon. Distance between xn and x എന്ന് പറയുമ്പോൾ അത് ലെസ് ദാൻ എപ്സിലൺ എന്ന് പറയുമ്പോൾ xn എവിടെ ഉണ്ടാവും? എക്സ് മൈനസ് എപ്സിലണിനും എക്സ് പ്ലസ് എപ്സിലണിനും ഇടയിലുണ്ടാവണം xn. അപ്പോൾ നമ്മളോട് ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്: ആഫ്റ്റർ എ പർട്ടിക്കുലർ സ്റ്റേജ്, ആഫ്റ്റർ സം നാച്ചുറൽ നമ്പർ, every element of the sequence, every xn lies in this interval. എല്ലാ xnകളും എക്സ് മൈനസ് എപ്സിലണിനും എക്സ് പ്ലസ് എപ്സിലണിനും ഇടയിൽ വന്ന് നിൽക്കും. ഇതാണ് നമ്മളോട് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. സീക്വൻസിൻ്റെ കൺവേർജൻസ്, സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. സോ നമുക്കിനി പ്രോബ്ലംസിലേക്ക് കടക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എന്നാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: ഫൈൻഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ്, ടേക്ക് എൻ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് പ്രൂവ് ദാറ്റ് absolute value of xn minus x is less than epsilon after some natural number. ഇത്രയും കാണിച്ചാൽ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എന്ന് ആയിക്കോളും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ our first problem is prove that limit of 1/n equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1/n ലിമിറ്റ് 0 ആണെന്നാണ്. 1/n എന്ന് പറഞ്ഞാൽ ആരാണ്? സീക്വൻസ് 1/n എന്ന് വെച്ചാൽ സീക്വൻസ് 1, 1/2, 1/3 എക്സെട്ര. ഈ സീക്വൻസ് കൺവെർജ് ചെയ്യുന്നത് 0യിലേക്കാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ nth ടേം ഓഫ് ദ സീക്വൻസ് എക്സ് എൻ ആയിട്ട് 1/n എടുക്കണു. ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് 0യാണ്. സോ ഐ എം ടേക്കിംഗ് എക്സ് എൻ ഈക്വൽ ടു 1/n ആൻഡ് എക്സ് ഈക്വൽ ടു 0. ദെൻ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? Absolute value of xn minus x. So here absolute value of xn minus x is absolute value of 1/n minus 0. അതായത് absolute value of 1/n. And 1/n is positive അല്ലേ? 1ഉം പോസിറ്റീവാണ്, n ഉം പോസിറ്റീവാണ്. n is a natural number. So 1/n പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ absolute value of 1/n എന്ന് പറയുന്നത് ഈക്വൽ ടു 1/n ആണ്. So absolute value of xn minus x is obtained as 1/n. ഇനി ഈ 1/n ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ എല്ലാ 1/nകളും എപ്സിലണിനേക്കാൾ ചെറുതായിരിക്കും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ ഞാനിനി ഒരു എപ്സിലൺ ചൂസ് ചെയ്യാണ്. വാട്ട് ഇസ് എപ്സിലൺ? ഇറ്റ് ഈസ് സം പോസിറ്റീവ് നമ്പർ. സോ ഐ എം ടേക്കിംഗ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണ് ഇവിടെ എപ്സിലൺ എന്ന് പറയുന്നത്. അപ്പോൾ എപ്സിലൺ ഒരിക്കലും 0 അല്ല, ഇറ്റ് ഇസ് സ്ട്രിക്ട്ലി പോസിറ്റീവ്. സോ 1/epsilon ഈസ് എ റിയൽ നമ്പർ. 1/epsilon റിയൽ നമ്പർ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ എപ്സിലൺ ഈക്വൽ ടു 0 വരണം. ബട്ട് ഹിയർ എപ്സിലൺ ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. സോ 1/epsilon ഈസ് എ റിയൽ നമ്പർ.
ദെൻ നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താണ് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി? യു ടേക്ക് എനി റിയൽ നമ്പർ, ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ദാറ്റ്. ഏത് റിയൽ നമ്പർ എടുത്താലും അതിലും വലിയ നാച്ചുറൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. സോ ഞാൻ ഈ 1/ε എന്ന് പറയുന്ന റിയൽ നമ്പർ എടുക്കുകയാണ്. ഇതിലും വലിയ നാച്ചുറൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. സോ ബൈ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി ദർ എക്സിസ്റ്റ് എ k in n such that 1/ε is less than k. ഈ 1/ε ലെസ് ദാൻ k എന്ന് പറയുന്ന ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡും നമ്മൾ റെസിപ്രോക്കൽ എടുക്കുന്നു എന്ന് കരുതുക. സോ 1/ε റെസിപ്രോക്കൽ എപ്സിലൺ, kൻ്റെ 1/k. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി നേരെ റിവേഴ്സ് ആവും. സോ ഐ വിൽ ഗെറ്റ് എപ്സിലൺ ഇസ് ഗ്രേറ്റർ ദാൻ 1/k or 1/k is less than epsilon. Okay, 1/k is less than epsilon. And if n is greater than or equal to k, ഇതുപോലെ ഈ n greater than or equal to k എന്ന് പറയുന്ന ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡും നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം. സോ ദാറ്റ് വി വിൽ ഗെറ്റ് 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k. ഇതെല്ലാ നാച്ചുറൽ നമ്പറിനും ശരിയല്ല, ബട്ട് വെനെവർ n is greater than or equal to k, we have 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k. ഓക്കെ, ഇനി വീണ്ടും ഞാൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് എക്സ് എന്താണ് എന്നൊന്നും കൂടി നോക്കാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/n. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് എക്സ് ഈക്വൽ ടു 1/n ഓൾറെഡി കിട്ടിയിട്ടുള്ള കാര്യം. ആൻഡ് ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണെങ്കിൽ ഈ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k. ഹിയർ വി ഹാവ് ദാറ്റ്. ഇഫ് n is greater than or equal to k, 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k. അത് ഞാനിവിടെ യൂസ് ചെയ്തു. ഇനി 1/k ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ. സോറി, സോ 1/k ഈസ് ലെസ് ദാൻ എപ്സിലൺ. 1/k ഈസ് ലെസ് ദാൻ എപ്സിലൺ. സോ നമുക്കിവിടെ എന്താ കിട്ടിയിരിക്കുന്നത് നോക്കുക. absolute value of xn minus x, which is equal to 1/n, is less than epsilon for all n greater than or equal to some natural number k. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ലിമിറ്റ് ഓഫ് xn ഈക്വൽ ടു എക്സ്, അതായത് ലിമിറ്റ് ഓഫ് 1/n ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ ഇനി വരുന്ന കുറേ പ്രോബ്ലത്തിൽ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ ഒരുപോലെ യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അവിടെ ഞാനിത് ഓടിച്ചു പറയുകയുള്ളൂ. ഈ പ്രോബ്ലം നമ്മൾ വിശദമായിട്ട് നോക്കുക. So our next problem is prove that limit of 1/n square plus 1 equal to 0. അപ്പോൾ ഇവിടെ സീക്വൻസിലെ nth ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/n square plus 1 ആൻഡ് ലിമിറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് 0. സോ ഐ ആം ടേക്കിംഗ് xn ഈക്വൽ ടു 1/n square plus 1 ആൻഡ് x is equal to 0. Now find distance between them. Absolute value of xn minus x. What is absolute value of xn minus x? Absolute value of xn minus x is equal to absolute value of 1/n square plus 1 minus 0. 1/n square plus 1 is a positive number. 1 പോസിറ്റീവ് ആണ്. ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അതിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആണ്. +1 ചെയ്താൽ സ്റ്റിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1/n square plus 1 minus 0 is same as 1/n square plus 1. Okay, and we know that n square plus 1 is greater than n square and n square is greater than or equal to n അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ 1/n square plus 1 will be less than 1/n square and this will be less than or equal to 1/n. So we have 1/n square plus 1 less than 1/n square less than or equal to 1/n and this is true for every natural number. ഇനി കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ഞാനൊരു എപ്സിലൺ ചൂസ് ചെയ്തു. എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 1/ε ഒരു റിയൽ നമ്പറാണ്. എഗെയിൻ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രകാരം ഈ 1/ε വലിയ ഒരു നാച്ചുറൽ നമ്പർ k എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, 1/ε ലെസ് ദാൻ k എന്ന് പറയുന്ന ഇനീക്വാളിറ്റി രണ്ട് സൈഡിലും നമ്മൾ റെസിപ്രോക്കൽ എടുത്താൽ വി വിൽ ഗെറ്റ് 1/k ലെസ് ദാൻ എപ്സിലൺ.
And for all n greater than or equal to k, 1 by n less than or equal to 1 by k യുമാണ്. ഇനി ഞാൻ വീണ്ടും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സിലേക്ക് തിരിച്ചു പോവുകയാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 1 by n square plus 1 by n square plus 1 and it is less than 1 by n എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. And now we have for all n greater than or equal to k, 1 by n is less than or equal to 1 by k. So 1 by n less than or equal to 1 by k and 1 by k less than epsilon. So 1 by k less than epsilon. ഇതിൽ ഇത്രയും ഭാഗം ശരിയാവുന്നത് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ബാക്കി ആദ്യത്തെ ഇനീക്വാലിറ്റി എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയാണ്. സോ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വി ഹാവ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലൺ. ദാറ്റ് മീൻസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ്. ലിമിറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലിമിറ്റ് ഓഫ് 1 by n square plus 1 ഈക്വൽ ടു എക്സ് മീൻസ് 0. Now our third problem, limit n tends to infinity, n by n square plus 1 equal to 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. Again nth term of the sequence is n by n square plus 1 and x is 0. Okay, then നമ്മൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ ബൈ എൻ സ്ക്വയർ പ്ലസ് 1 തന്നെയാണ്. എൻ ബൈ എൻ സ്ക്വയർ പ്ലസ് 1 ഇസ് ലെസ് ദാൻ എൻ ബൈ എൻ സ്ക്വയർ ബിക്കോസ് ഡിനോമിനേറ്റർ ചെറുതാകുന്നു. ഡിനോമിനേറ്റർ ചെറുതാകുമ്പോൾ നമ്പർ വലുതായി. സോ എൻ ബൈ എൻ സ്ക്വയർ പ്ലസ് 1 ഈസ് ലെസ് ദാൻ 1 ബൈ എൻ സ്ക്വയർ. ഈ 1 ബൈ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? 1 by n square is equal to, n by n square is equal to 1 by n. ഓക്കെ, സോ ഞാൻ വീണ്ടും ഇതിനെ 1 by n-ലേക്ക് എത്തിച്ചു. സോ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഇതാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ 1 by n ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ദെൻ ടേക്ക് എൻ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. സോ 1 by എപ്സിലൺ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രകാരം 1 by എപ്സിലണിനേക്കാളും വലിയ നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുക്കുക. സോ വി വിൽ ഗെറ്റ് 1 by k ലെസ് ദാൻ എപ്സിലൺ. ഓക്കെ, ആൻഡ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ 1 by n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by k ആണ്. അഗെയിൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സിലേക്ക് തിരിച്ചുപോയി. അത് ലെസ് ദാൻ 1 by n ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് 1 by n ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by k ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൻഡ് 1 by k ഈസ് ലെസ് ദാൻ എപ്സിലൺ. ഇതെല്ലാം ഒരുമിച്ച് യൂസ് ചെയ്തു. ദെൻ അഗെയിൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. മീൻസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ്. മീൻസ് ലിമിറ്റ് ഓഫ് n by n square plus 1 is equal to 0. Okay, so the next problem is that for any real number b, prove that limit of b by n equal to 0. ഇവിടെ ബി ഒരു റിയൽ നമ്പറാണ്. ആ ബി 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് 0 by 1, 0 by 2, 0 by 3. ദാറ്റ് മീൻസ് കോൺസ്റ്റൻറ്റ് സീക്വൻസ് 0, 0, 0 എക്സെട്ര. സോ ദാറ്റ് ഇറ്റ് വിൽ കൺവേർജ് ടു 0. അപ്പോൾ ബി നോൺ 0 ആണെങ്കിൽ എങ്ങനെ ചെയ്യും? അത് നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി ഒരുമിച്ച് പറയാൻ പോവുകയാണ്. രണ്ട് കേസാണ്, ബി ഈക്വൽ ടു 0യും ബി നോട്ട് ഈക്വൽ ടു 0യും. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ സീക്വൻസിലെ nth ടേം ആരാണ്? ഇറ്റ് ഈസ് ബി ബൈ എൻ. ആൻഡ് ലിമിറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് 0. സോ ഐ എം ടേക്കിംഗ് എക്സ് എൻ ഈക്വൽ ടു ബി ബൈ എൻ ആൻഡ് എക്സ് ഈക്വൽ ടു 0. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ബൈ എൻ മൈനസ് 0. ദാറ്റ് മീൻസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ബൈ എൻ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ബൈ എൻ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ഡിവൈഡഡ് ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻ. അതിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻ ഇസ് എൻ ഇറ്റ് സെൽഫ്. സോ മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ മോഡ് ബി ബൈ എൻ ആണ്. And this is true for every n element of natural numbers. So ഞാൻ നേരത്തെ പറഞ്ഞു ബി 0 ആണെങ്കിൽ സീക്വൻസ് ബി ബൈ എൻ ഈസ് ദ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 0. സോ ദാറ്റ് നമുക്കൊരു ഡൗട്ടും ഇല്ലാതെ പറയാം ബി ബൈ എന്നിൻ്റെ ലിമിറ്റ് 0യാണ്. ഇനി ബി നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മോഡ് ബിയും നോട്ട് ഈക്വൽ ടു 0യാണ് അല്ലേ? ആ കേസിൽ ഞാൻ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കണു. I am taking epsilon greater than 0. Then
മോഡ് ബി ബൈ എപ്സിലൺ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. എഗെയിൻ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി, മോഡ് ബി ബൈ എപ്സിലൺ എന്ന് പറയുന്ന റിയൽ നമ്പറിനേക്കാളും വലിയ നാച്ചുറൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് ഞാൻ കെ എടുത്തു. ഈ മോഡ് ബി ബൈ എപ്സിലൺ ലെസ് ദാൻ കെ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് രണ്ട് സൈഡും ഞാനൊരു കെ കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ വി വിൽ ഗെറ്റ് മോഡ് ബി ബൈ കെ എപ്സിലൺ ലെസ് ദാൻ 1. ഓക്കെ, ഇനി രണ്ട് സൈഡും ഞാൻ കെ നാച്ചുറൽ നമ്പറാണ്, ഒരു നാച്ചുറൽ നമ്പർ, ആ കെ കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യണു. സോറി, കെ അല്ല, എപ്സിലൺ കൊണ്ട് ഞാൻ രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യണു. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ബൈ കെ ഈസ് ലെസ് ദാൻ എപ്സിലൺ. ഓക്കെ, ഇനി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണെന്ന് കരുതുക. ദെൻ വി ഹാവ് 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k. ഇതിൻ്റെ രണ്ട് സൈഡും, ഈ ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡും ഞാൻ മോഡ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ഗെറ്റ് മോഡ് ബി ബൈ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സോറി, മോഡ് ബി ബൈ n, മോഡ് ബി ബൈ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി ബൈ കെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സോ മോഡ് ബി ബൈ എപ്സിലൺ ലെസ് ദാൻ കെ ഇംപ്ലൈസ്, രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുത്താൽ 1/k ലെസ് ദാൻ എപ്സിലൺ ബൈ മോഡ് ബി, ആൻഡ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വി ഹാവ് 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k. ഓക്കെ, ഇനി ഐ ആം ടേക്കിംഗ് absolute value of xn minus x again. So absolute value of xn minus x നമുക്ക് കിട്ടിയിട്ടുണ്ട്. It is equal to mod b by n. So mod b by n. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു mod b by n is less than or equal to mod b by k whenever n is greater than or equal to k. So mod b by n less than or equal to mod b by k for all n greater than or equal to k. And here we have mod b by k less than epsilon. അപ്പോൾ അതും ഞാനിവിടെ ഉപയോഗിച്ചു, mod b by k less than epsilon. Okay, so now we have absolute value of xn minus x is less than epsilon for all n greater than or equal to k, which implies that limit of xn equal to x, അതായത് limit of b by n is equal to 0. Okay, നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സിനെ ഒന്നുകിൽ ഈക്വൽ ടു 1/n അല്ലെങ്കിൽ ലെസ് ദാൻ 1/n എന്നുള്ള ഫോമിലേക്ക് എത്തിച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ അല്ലാതെയും ആ പ്രോബ്ലംസ് ചെയ്യാം. ഞാൻ അതുപോലെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലത്തിൽ നിന്ന് തന്നെ ഈ പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാത്തിലും റിപ്പീറ്റേഷനാണ് വരുന്നത്. ലിമിറ്റ് ഓഫ് 1/n, ലിമിറ്റ് ഓഫ് 1/n സ്ക്വയർ പ്ലസ് 1, ലിമിറ്റ് ഓഫ് n/n സ്ക്വയർ പ്ലസ് 1, ലിമിറ്റ് ഓഫ് മോഡ് ബി ബൈ എൻ. ഇതിലെല്ലാത്തിലും നമുക്ക് 1/n എന്ന് പറയുന്ന ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ എല്ലാത്തിൻ്റെയും ആൻസറിൻ്റെ ഒരു ഭാഗം ഒരുപോലെ വന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ അല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. സോ നൗ ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ബി ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ബി 0 അല്ല 1 അല്ല, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ലിമിറ്റ് ഓഫ് ബി പവർ എൻ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ബീൻ്റെ വാല്യൂ 0 ആയാലും ലിമിറ്റ് ഓഫ് ബി പവർ എൻ 0 തന്നെയാണ്. ഇവിടെ നമ്മൾ 0ക്കും 1നും ഇടയിലാണെങ്കിൽ ബി പവർ എന്നിൻ്റെ ലിമിറ്റ് 0 ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ nth ടേം ഓഫ് ദ സീക്വൻസ് എക്സ് എൻ ഇസ് ബി പവർ എൻ ആൻഡ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി പവർ എൻ മൈനസ് 0. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി പവർ എൻ ആണ്. ബി പവർ എൻ ഇവിടെ ബി പോസിറ്റീവ് ആണല്ലോ. സോ ബി പവർ എന്നും പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ബി പവർ എൻ തന്നെയാണ്. ഇപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്തിരിക്കണേന്ന് നോക്കുക. ഐ ഹാവ് ടേക്കൺ ആൻ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. ദെൻ ലോഗ് എപ്സിലൺ ബൈ ലോഗ് ബി ഒരു റിയൽ നമ്പറാണ്. അതിലും വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രകാരം. സോ ഐ ഹാവ് ടേക്കൺ k എലമെൻറ്റ് ഓഫ് n സച്ച് ദാറ്റ് log epsilon by log b is less than k. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ഇവിടെ എടുത്തത്?
ഇതുവരെ ഞാൻ 1/ε വലിയ നാച്ചുറൽ നമ്പർ ഉണ്ട്, 1/ε വലിയ നാച്ചുറൽ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലാണെങ്കിൽ mod b/ε വലിയ നാച്ചുറൽ നമ്പർ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് എടുത്തിരുന്നത്. ഇവിടെയാണെങ്കിൽ log ε/log b k എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്പർ ഞാനിവിടെ എടുത്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരിക? b⁴n > ആഫ്റ്റർ എ പർട്ടിക്കുലർ സ്റ്റേജ് എന്നാണ് കാണിക്കേണ്ടി വരിക. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ഇപ്പോൾ പവറിലാണ് ഉള്ളത്, അതിനെ നമുക്ക് താഴേക്ക് ഇറക്കണം. പവറിലുള്ള എന്നിനെ താഴേക്ക് ഇറക്കാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ലോഗരിതം ഫംഗ്ഷൻ. സോ അപ്ലൈ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്. ലോഗരിതം ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് log of b⁴n less than log of epsilon എന്ന് കിട്ടും. What is log of b⁴n? n into log b. This is less than log epsilon. Sorry. No, n into log b less than log epsilon. ഇനി ഈ b എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അറ്റ് ദാറ്റ് ടൈം b ലെസ് ദാൻ 1 ആണ്. സോ ഞാനിനി b ലെസ് ദാൻ 1 ഉള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്. b ലെസ് ദാൻ 1 ആണെങ്കിൽ വീണ്ടും ലോഗരിതം ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് log b ലെസ് ദാൻ log 1 ആണ്. എന്ന് വെച്ചാൽ log b ഈസ് ലെസ് ദാൻ 0, log 1 0. അപ്പോൾ log b ഇവിടെ നെഗറ്റീവാണ്. സോ ഞാനിനി ഈ ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡും log b കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 1/log b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും. സോ ഐ വിൽ ഗെറ്റ് n ഇസ് ഗ്രേറ്റർ ദാൻ log epsilon by log b. സോ b⁴n ലെസ് ദാൻ എപ്സിലൺ എന്ന് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ടേക്ക് n ഇസ് ഗ്രേറ്റർ ദാൻ log epsilon by log b. അതുകൊണ്ടാണ് ഞാനിവിടെ log epsilon by log b യേക്കാളും വലിയ നാച്ചുറൽ നമ്പറായിട്ട് k എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 0 ലെസ് ദാൻ b ലെസ് ദാൻ 1 ആണ്. b ലെസ് ദാൻ 1 ആയതുകൊണ്ട് log b നെഗറ്റീവാണ്. ദെൻ log epsilon by log b ലെസ് ദാൻ k എന്നാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. log epsilon by log b ലെസ് ദാൻ k. രണ്ട് സൈഡും log b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു. സോ ഇനീക്വാലിറ്റി റിവേഴ്സായി. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഇനീക്വാലിറ്റി റിവേഴ്സായി. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് log epsilon is greater than k log b. Now what is k log b? K log b is same as log of b power k. ഓക്കെ, അപ്പോൾ log epsilon greater than log of b power k എന്നാണ് നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയത്. ആൻഡ് ലോഗരിതം ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. എപ്സിലൺ ഇസ് ഗ്രേറ്റർ ദാൻ b പവർ k. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ എന്നുമായിട്ടുള്ള റിലേഷൻ നോക്കുകയാണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ log epsilon by log b ലെസ് ദാൻ k എന്നുണ്ട്. ദാറ്റ് k ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഓക്കെ, സോ log epsilon by log b ലെസ് ദാൻ k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇനി ഈ k ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. log epsilon by log b ലെസ് ദാൻ n. ആ ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡും നമ്മൾ log b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും ബിക്കോസ് log b നെഗറ്റീവാണ്. log epsilon ഗ്രേറ്റർ ദാൻ n log b എന്ന് കിട്ടി. n log b എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? n log b ഈസ് സെയിം ആസ് log ഓഫ് b പവർ n. സോ log epsilon is greater than log of b power n, which implies epsilon greater than b power n for all n greater than or equal to k. ഓക്കെ, ഇനി നോക്കുക. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് സെയിം ആസ് ബി പവർ എൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു ബി പവർ എൻ. ഇപ്പം നമുക്ക് കിട്ടി ബി പവർ എൻ ഈസ് ലെസ് ദാൻ എപ്സിലൺ അല്ലേ? എപ്സിലൺ ഗ്രേറ്റർ ദാൻ ബി പവർ എൻ എന്ന് പറയുമ്പോൾ ബി പവർ എൻ ലെസ് ദാൻ എപ്സിലൺ എപ്പോൾ? ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. സോ ലിമിറ്റ് ഓഫ് ബി പവർ എൻ മസ്റ്റ് ബി ഈക്വൽ ടു 0. നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. ഇതുവരെ എല്ലാ പ്രോബ്ലത്തിലും ലിമിറ്റ് 0 ആയിരുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും എല്ലാ കൺവെർജ് ചെയ്യുന്ന സീക്വൻസുകളെല്ലാം 0യിലേക്കാണോ പോകാമെന്ന് അല്ലേ? എല്ലാ പ്രോബ്ലം ഇതുവരെ ചെയ്തതിലെല്ലാം ലിമിറ്റ് 0 ആണ് വന്നിരിക്കുന്നത്. സോ ഹിയർ വി ഹാവ് സംതിങ് ഡിഫറെൻറ്റ്.
we have to prove that limit of 2n plus 1 divided by 5n minus 1 equal to 2 by 5. ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. സീക്വൻസിലെ nth ടേമിനെ x എന്ന് വിളിക്കുന്നു. ആരാണോ ലിമിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അയാളെ x എന്ന് വിളിക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് x മീൻസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 2n plus 1 by 5n minus 1 മൈനസ് 2 by 5. ഇതിനെ LCM എടുത്തിട്ട് ആഡ് ചെയ്യുക. സോ 5 ഇൻറ്റു 2n plus 1 മൈനസ് 2 ഇൻറ്റു 5n മൈനസ് 1, അതായത് 10n plus 5 മൈനസ് 10n plus 2 ഹോൾ ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5n മൈനസ് 1. മുകളിൽ 10n ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് 7 ആണ്, ഡിവൈഡഡ് ബൈ 5n മൈനസ് 5. ഓക്കെ, ഇനി എന്ന് പറയുന്നത് 1 2 3 4 5 ഈ 5 നമ്പേഴ്സും അല്ലെങ്കിൽ ഓർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണെങ്കിൽ ഈ 5n മൈനസ് 5നേക്കാൾ ചെറുതായിരിക്കും 4n എന്ന് പറയുന്നത്. ഞാൻ റെസിപ്രോക്കൽ ഡിനോമിനേറ്റർ മാത്രമാണ് പറയുന്നത്. 5n മൈനസ് 5നേക്കാളും ചെറുതായിരിക്കും 24n എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഐ എം ടേക്കിംഗ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ മൈനസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 5. രണ്ട് സൈഡും 25n ആഡ് ചെയ്യുന്നു. സോ 25n മൈനസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25n മൈനസ് 5. ഈ 25n മൈനസ് n എന്ന് പറഞ്ഞാൽ ആരാ? 24n. സോ 24n ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25n മൈനസ് 5 എന്ന് കിട്ടി. അതായത് രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുത്താൽ എന്താവും? 1 by 25n minus 5 is less than or equal to 1 by 24n. Then രണ്ട് സൈഡും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 7 by 25n minus 5 is less than or equal to 7 by 24n എന്ന് കിട്ടും. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി 24nനേക്കാളും ചെറുതാണ്. സോ ഷാൾ ഐ റൈറ്റ് ഹിയർ 24n എന്ന് പറയുന്നത് 21nനേക്കാളും വലുതാണ്. രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുത്താലോ 1 by 24n ഈസ് ലെസ് ദാൻ 1 by 21n. രണ്ട് സൈഡും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 7 by 24n ഈസ് ലെസ് ദാൻ 7 by 21n. സോ നമുക്കൊരു 7 ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 by 3n. ഈ 1 by 3n എന്ന് പറയുന്നത് ലെസ് ദാൻ 1 by n ആണ്, കാരണം 3nനേക്കാളും ചെറുതാണ് n. സോ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് 1 by 3n ലെസ് ദാൻ 1 by n കിട്ടും. ഇതൊക്കെ ശരിയാവുന്നത് എപ്പോഴാണ്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആകുമ്പോഴാണ്. സോറി, n ഗ്രേറ്റർ ദാൻ 6 ആകുമ്പോൾ. പിന്നെ നമുക്ക് നോക്കാം. ലെറ്റ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0, then 1 by epsilon is a real number. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രകാരം 1 by എപ്സിലണിനേക്കാളും വലിയ നാച്ചുറൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരാളായിട്ട് നമ്മൾ k ചൂസ് ചെയ്തു. 1 by k ലെസ് ദാൻ എപ്സിലൺ ആണ്, അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ കിട്ടുന്നത്. ആൻഡ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k വി ഹാവ് 1 by n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by k. വീണ്ടും ഞാൻ ഇവിടേക്ക് തിരിച്ചു പോകുന്നു. സോ ദാറ്റ് absolute value of xn minus x which is equal to 7 by 25n minus 5 അത് ലെസ് ദാൻ എപ്സിലൺ ആണ് എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ലെസ് ദാൻ എപ്സിലൺ അല്ല, ലെസ് ദാൻ 1 by n ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ലെസ് ദാൻ 1 by n ആൻഡ് 1 by n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by k ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആൻഡ് 1 by k ഈസ് ലെസ് ദാൻ എപ്സിലൺ. ഇതെല്ലാം ഒരുമിച്ച് യൂസ് ചെയ്തു. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഇനീക്വാലിറ്റി ഈ ഭാഗം നമുക്ക് കിട്ടുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആകുമ്പോഴാണ്. ഈ ഭാഗം കിട്ടുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആകുമ്പോഴാണ്. സോ ഇത് മൊത്തത്തിൽ ശരിയാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kയും ആവണം, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 വേണമെന്നില്ല, 5 ആയാലും മതി. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ പറയാം, ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് k and 6 or 5, k and 5
അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ലിമിറ്റ് ഓഫ് 2n + 1 ഡിവൈഡഡ് ബൈ 5n - 1 ഇസ് ഈക്വൽ ടു 2/5. ഇങ്ങനെ ഈ റാഷണൽ ഫോമിൽ വരുമ്പോൾ ലിമിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്, ലിമിറ്റ് ഓഫ് an പവർ സംതിങ് പ്ലസ് ഇവിടെ ആരൊക്കെ ഉണ്ട്, ഇവിടെ ഈ എന്നിൻ്റെ മാക്സിമം പവർ വരുന്നത് ഇവിടെ സേ k ആണെന്ന് വിചാരിക്കാം. അതുപോലെ താഴെ എനിക്കൊരു bn⁻k പ്ലസ് ഇവിടെ ആരൊക്കെ ഉണ്ട്, മാക്സിമം പവർ k ആണെന്ന് വിചാരിക്കാം. ഈ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് എങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് a/b ആയിരിക്കും. അതായത് എന്നിൻ്റെ മാക്സിമം പവേഴ്സ് നോക്കുക, അത് മുകളിലും താഴെയും സെയിം തന്നെയാണെങ്കിൽ കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ ആണ് ലിമിറ്റായിട്ട് വരിക. ഇവിടെ നോക്കുക, എന്നിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 1 ആണ്, ഇവിടെയും 1 ആണ് അല്ലേ. അപ്പോൾ കോഎഫിഷ്യൻസ് എടുത്തു നമ്മൾ, ഇവിടെ കോഎഫിഷ്യൻറ്റ് 2, ഇവിടെ 5, അവരുടെ റേഷ്യോ 2/5 ആണ് ലിമിറ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ താഴെ കൂടുതലാണ് വിചാരിക്കുക, അതായത് ഇപ്പോൾ 2n + 1 ബൈ 5n² - 1 ആയിരുന്നു എന്ന് കരുതുക. താഴെ കൂടുതലാണെങ്കിൽ എപ്പോഴും ലിമിറ്റായിട്ട് 0 വരുള്ളൂ. ഇനി മുകളിലാണ് കൂടുതൽ എന്ന് വിചാരിക്കുക, അപ്പോൾ 2n² + 1 ബൈ 5n - 1 ആണെങ്കിൽ എപ്പോഴും ദിസ് വിൽ ബി ഡൈവേർജൻറ്റ്. ഓക്കെ, അപ്പോൾ മുകളിലും താഴെയും എന്നിൻ്റെ മാക്സിമം പവർ ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് വിൽ ബി റേഷ്യോ ഓഫ് ദ കോഎഫിഷ്യൻസ്. താഴെ കൂടുതലാണെങ്കിൽ കൺവെർജസ് ടു 0, മുകളിൽ കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് ഡൈവേർജൻറ്റ്. ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇതുവരെ നമ്മളെല്ലാം സീക്വൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്, കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്തത്. ഈ രീതിയിൽ ഈ കൺവെർജൻസിൻ്റെ ഡെഫിനിഷന് നമുക്കുള്ള ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീക്വൻസ് എക്സ് എൻ തന്നു, എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ എക്സ് എന്നിൻ്റെ ലിമിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് കണ്ടുപിടിക്കാൻ ഈ ഡെഫിനിഷൻ നമ്മളെ സഹായിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ഇനിയും സീക്വൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, എന്നാലേ നമുക്ക് ലിമിറ്റ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ആകെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ടാവും, അത് എക്സ് എന്നിൻ്റെ ലിമിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്കിങ് മാത്രമേ ഡെഫിനിഷൻ ഉപയോഗിച്ച് പോസിബിൾ ആവുള്ളൂ. ഫൈൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഇനിയും നമ്മൾ സീക്വൻസിനെ കൂടുതൽ പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. സോ ആ കൂടുതൽ പരിചയപ്പെടൽ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാ പ്രോബ്ലംസും ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക.